ഹായ് ഗൈസ്, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ഇതൊരു സീക്വൻസ് ആൻഡ് സീരീസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 25 ആർ ഡിവൈഡ് ബൈ ആർ റൈസ് ടു 4 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ, where p and q are positive integers such that gcd of pq is equal to 1, then p plus q is equal to. നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആർ റൈസ് 4 പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 1 നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം അല്ലേ. അത് സ്ഥിരമായിട്ടൊരു വരുന്നൊരു പാറ്റേൺ ആണ്. അതായത് ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു ആർ സ്ക്വയർ. ഇത് പഠിച്ചു വെച്ചാൽ നല്ലതായി. ഓക്കെ അല്ലേ. -1 ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 എന്തിനാണ് മാറ്റിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 ഓടിയല്ലേ. അപ്പോൾ അതിനെ മാറ്റാം. ഇനി അടുത്തത് അത് മാറ്റാൻ അറിയാത്തവർക്ക് ഞാൻ മാറ്റി കാണിച്ചു തരാം. ഓക്കെ, അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൽ ആർ റൈസ് 4 അല്ലേ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 1, ഞാനൊരു പ്ലസ് ആർ സ്ക്വയർ കൊടുത്ത് മൈനസ് ആർ സ്ക്വയർ തന്നു അല്ലേ. നമുക്കിവിടെ ആർ റൈസ് 4 അല്ല പ്ലസ് 2r സ്ക്വയർ പ്ലസ് 1 മൈനസ് ആർ സ്ക്വയർ എന്ന് വരുന്നു അല്ല. ദിസ് ഈസ് സംതിങ് ബട്ട് ആർ സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ അറിയാം. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എ മൈനസ് ബി അല്ലേ. അപ്പം നമുക്കിവിടെ ആർ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ആർ റെഡി അല്ലേ ഇൻറ്റു എന്താണ് ആർ സ്ക്വയർ പ്ലസ് 1 മൈനസ് ആർ എന്ന് വരും. റെഡി അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്താ, യെസ് ആർ റൈസ് 4 ഓക്കെ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 1 നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? യെസ് ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു എന്താണ് ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം എന്ന് ഞാൻ അതാണ് പറഞ്ഞത്. റെഡിയല്ലേ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സമ്മേഷൻ സപ്പോസ് ഞാൻ എസ് എന്ന് കൊടുത്തു വരിക്കാം. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 25. ഓക്കെ അല്ലേ. യെസ് ആർ ഡിവൈഡ് ബൈ എന്താണ്, യെസ് ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 അല്ലേ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 ആയിട്ട് മാറി. ഓക്കെ, സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 25 ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 എന്നായിട്ട് മാറി. ഇനി അടുത്ത് നമ്മൾ ശ്രമിക്കേണ്ടത് ഇതിനെ ടെലിസ്കോപ്പിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, ശ്രമിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കിയ ഇവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. അത് ആറുമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നോക്കിയാട്ടെ, ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആർ മൈനസ് മൈനസ് ആർ 2r 1 മൈനസ് 1 0 അല്ലേ. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എടുത്ത് നമുക്ക് 2r കിട്ടുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ഒന്നും അവിടെ 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് ഇസ് ഈക്വൽ ടു 1/2 അല്ലേ, ആർ ഇസ് ഈക്വൽ ടു 1 to 25. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 റെഡിയല്ലേ മൈനസ് ഓഫ് ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 ഓക്കെ അല്ലേ ഓൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 അല്ല ഇൻറ്റു എന്താണ് ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 എന്നാക്കി. ഇത് നമുക്ക് എന്താക്കാം, ഇതിനെ സെപ്പറേറ്റിക്കലായിട്ട് എന്താക്കാം, ഡിവൈഡ് ചെയ്യാം. ഹാഫ് അല്ലെ ആർ ഇസ് ഈക്വൽ ടു 1 to 25 റെഡി അല്ലേ. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആർ സ്ക്വയർ പ്ലസ് ആർ പ്ലസ് 1 അല്ല ഇത് ക്യാൻസൽ ആയി ഇവിടെ 1 ഡിവൈഡ് ബൈ എന്താ ഇവിടെ യെസ് ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 എന്ന് വരും. മൈനസ് ഇവിടെ ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് പ്ലസ് ആർ പ്ലസ് 1 ബാക്കിയാവും. റെഡിയല്ലേ. ഇപ്പം എന്താ ടെലിസ്കോപ്പിംഗ് ആയി. അപ്പോൾ ടെലിസ്കോപ്പിംഗ് ആകുമ്പോൾ നമുക്ക് എന്താക്കാൻ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. റെഡിയല്ലേ. എന്താണ് എസ് ഇസ് ഈക്വൽ ടു നോക്കണേ, ടെലിസ്കോപ്പിംഗ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റെഡി. നമുക്ക് ആദ്യം ഓരോ വാല്യൂസ് കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടൂടാ, യെസ് 1 എന്ന് കിട്ടും. റെഡിയല്ലേ. യെസ് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും അല്ല. ഇവിടെ ആണെങ്കിലോ 1 plus 1 plus 1 minus 3 എന്ന് കിട്ടി. സോ 1 minus 3 റെഡിയല്ലേ. ഓക്കെ, ഇനി അടുത്തത് പ്ലസ്. ഇനി ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ 4 plus 1 5 minus 1 ഓക്കെ 3 എന്ന് കിട്ടി അല്ലേ 1/3 ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഓക്കെ 1/7 എന്ന് കിട്ടും ഓക്കെ അല്ലേ. പ്ലസ് എക്സെട്ര ഏറ്റവും അവസാനം നമ്മൾ 25 കൊടുക്കുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുക, ഇവിടെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 25 സ്ക്വയർ 625 601 റെഡിയല്ലേ. യെസ് ഓക്കെ മൈനസ് ഇവിടെയാണെങ്കിൽ 651. നമുക്കറിയാം ടെലിസ്കോപ്പിംഗ് എല്ലാം ക്യാൻസൽ ആയിട്ടു. ഇവർ രണ്ടുപേരും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ഓക്കെ അല്ലേ. ആരാണ് ഈ 1ഉം അല്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 മൈനസ് 1/651 അതായത് ഹാഫ് ഇൻറ്റു 650 ഡിവൈഡ് ബൈ 651 റെഡിയല്ലേ. 325 ഡിവൈഡ് ബൈ 651
റെഡി അല്ലേ? ഇനി ഇവരെ ഫർദർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുക അല്ലേ? കാരണം ഇവിടെ പി ബൈ ക്യൂ ആയിട്ട് നമ്മൾ പി പ്ലസ് ക്യൂ എഴുതേണ്ടതാണ്. ഫർദർ കട്ടിങ് ഇവിടെ പോസിബിൾ ആണോ? അല്ല. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്നാണെങ്കിൽ നമുക്ക് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 325 പ്ലസ് 651 അല്ലെ എന്ന് പറഞ്ഞാൽ ദരിശനമുണ്ട് 976 എന്ന് വരും. 976 is the right answer.